വെൽക്കം ബാക്ക് ടു ജിനോയുടെ ക്ലോക്സ്. ഓപ്പോയുടെ 16C എന്ന് പറയുന്ന ഫോണാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അൺബോക്സ് ചെയ്യാം. ഓപ്പോയുടെ അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സീരീസാണ് റെനോ സീരീസ്. ബോക്സ് ഓപ്പൺ ചെയ്ത് തന്നെ ആദ്യം ഇതുപോലെ ഒരു ചെറിയ ബോക്സ് കിട്ടും. ആ ഒരു ബോക്സിൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ട്രാൻസ്പാരൻറ്റ് കേസ് കിട്ടും. ഹാർഡ് കേസാണ്, യെല്ലോ കളർ ആവില്ല. ഇതാണ് ഡിവൈസ്. റെനോ 16 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബിഗ്ഗർ ആയിട്ടുള്ള ഡിവൈസാണ്. അതുപോലെ തന്നെ നമുക്ക് 80 വാട്ടിൻ്റെ ചാർജറും കേബിളും സിം ഇജക്റ്റിംഗ് പിന്നൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ റെനോ 15 അല്ലെങ്കിൽ 16 കണ്ട ആ ഒരു സെയിം ലുക്ക് തന്നെയാണ് ഈ ഒരു ഫോൺ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ റെനോ 15 അല്ലെങ്കിൽ റെനോ 16 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൈസ് കൂടുതലുള്ള ഒരു ഫോണാണ്. കുറച്ചുകൂടി സൈസ് കൂടുതലാണ്. അതിനനുസരിച്ചുള്ള ഡയമെൻഷനിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ആ ഒരു 3D പോപ്പ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയൽ 3D എക്സ്പീരിയൻസ് വരുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് അത് നന്നായിട്ട് എൻജോയ് ചെയ്യാം. പക്ഷേ കവർ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാതെയാവും. മൊത്തത്തിൽ നമുക്ക് ഫോൺ കുറച്ചുകൂടി നീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റെനോൻ്റെ ബാഡ്ജിങ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അലൂമിനിയം ഫ്രെയിം അല്ല വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. AI ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും. IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ അത്യാവശ്യം ഡിസൈൻ സൈഡിൽ ഓക്കെയാണ്. ഇനി ഡിസ്പ്ലേ സൈഡ് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് 6.57 ഇഞ്ച് സൈസുള്ള ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ്, 1400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ പെർഫോമൻസ് വരുന്നുണ്ട്. ബെസൽസും സൈസും വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡാണ്. പെർഫോമൻസ് സൈഡിൽ വന്നിരിക്കുന്നത് ഡയമണ്ട്സിറ്റിയുടെ 7300 എന്ന് പറഞ്ഞുള്ള ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് കുറച്ച് മുന്നിറങ്ങിയ ചിപ്സെറ്റ് ആണ്. UFS 3.1 സപ്പോർട്ട് വരുന്നുള്ളൂ. LPDയുടെ 5x റാമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 8GB റാം ഓർഡറാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഗ്രാഫിക്സും വലിയ കുഴപ്പമില്ല. ഇതാണ് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി നെഗറ്റീവ് സൈഡ് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടുതലായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. പിന്നെ നമുക്ക് പറയുന്നത് ക്യാമറ സൈഡാണ്. ക്യാമറ സൈഡ് നമുക്ക് 3 ക്യാമറയാണ് വന്നിരിക്കുന്നത്. 3 ക്യാമറയിൽ ഒരെണ്ണം 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, രണ്ടാമത്തേത് 50 മെഗാപിക്സലിൻ്റെ 3.5x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസ്, മൂന്നാമത്തേത് 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്. 3 ക്യാമറയിൽ നമുക്ക് 4K വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ 60 FPS വീഡിയോ ഇല്ല. 4K 30 FPS വരെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഉള്ളൂ. പോർട്രേറ്റ് മോഡ് വീഡിയോ ഒക്കെ കാണാൻ നല്ല രസമാണ്. ഫ്രണ്ടിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട്. അതിൽ നമുക്ക് 4K വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. സോ നമ്മളിപ്പോൾ ഡിസൈനെ പറ്റി സംസാരിച്ചു, പെർഫോമൻസിനെ സംസാരിച്ചു, ഡിസ്പ്ലേനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ ക്യാമറയെ പറ്റി സംസാരിച്ചു. ഫൈനലി നമുക്ക് സംസാരിക്കാനുള്ളത് ബാറ്ററിനെ പറ്റിയിട്ടാണ്. ബാറ്ററി നമുക്ക് 7000 mAh ബാറ്ററി വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഫോൺ. ഇനി ഞാൻ ഈ ഫോണിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ചുകൂടി കോസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള മോഡൽസ് ആയിരിക്കും ഈ ഒരു റെനോ 16C എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു റെനോ 15 അവർ ഇറക്കി, അതുപോലെ തന്നെ റെനോ 15C ഇറക്കി. പക്ഷേ കഴിഞ്ഞ തവണ ഇറക്കിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടാണ് ആ ഒരു ഫോൺ ഇറക്കിയത്. പക്ഷേ ഇത്തവണ നമ്മൾ റെനോ 16 നിന്ന് റെനോ 16Cയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത്രയധികം കോസ്റ്റ് കട്ട് ചെയ്തിട്ടില്ല. എന്നാലും കോസ്റ്റ് കട്ട് ചെയ്ത ചില സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ചിപ്സെറ്റ് അത് ഡയമണ്ട്സിറ്റിയുടെ 7300 ആണ്. മറ്റേലി റെനോ 16 വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് കുറച്ച് കുറവാണ്. ആ പെർഫോമൻസ് കുറഞ്ഞതിൻ്റെയാണ് നമ്മളിവിടെ 4K 30 FPS വീഡിയോ കിട്ടുന്നത്. 4K 60 FPS വീഡിയോ കിട്ടുന്നില്ല. ആ ഒരു പെർഫോമൻസ് കുറഞ്ഞതിൻ്റെയാണ്. എന്നാലും അത്യാവശ്യം ഗെയിമിങ്ങിനും അത്യാവശ്യം ഡേ ടു ഡേ ലൈഫിനുള്ള പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ഈ പ്രോസസ്സർ കുറവാണെന്നുള്ളതിന് പകരം നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ സൈസ് വലുതാണ്, ബാറ്ററി സൈസ് വലുതാണ്. അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് ആൻഡ് വീഡിയോ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പക്ഷേ ഡിസ്പ്ലേ ആൻഡ് ബാറ്ററി മസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റെനോ 16 എടുക്കുന്നതിന് പകരം ഈ ഒരു 16C എടുക്കുകയാണ് ബെറ്റർ. സോ ഇതാണ് ഒരു ജെന്യുവൻ റിവ്യൂ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റായിട്ട് റിവീലായിട്ട് വന്നിട്ടില്ല ഈ ഒരു ടൈമിൽ, ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ. സോ പ്രൈസ് എന്തായാലും കമ്പാരിറ്റീവ്ലി കൂടുതൽ തന്നെയായിരിക്കും. റെനോ 16ഉം 16Cയും തമ്മിൽ പ്രൈസിൻ്റെ കേസിൽ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഡിസ്പ്ലേ വേണം, വലിയ ബാറ്ററി വേണം, പെർഫോമൻസ് ഒരു നോർമൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിലോട്ട് പോകാം. ക്യാമറ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുപോലെ കോമ്പാക്ട് ഫോൺ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെനോ 16ലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ അവരുടെ ഒരു ഐഡിയ കിട്ടിയെന്നായിരിക്കുന്നു. ജസ്റ്റ് അത്യാവശ്യം എല്ലാ സൈഡും ജസ്റ്റ് ഓക്കെ ആയിട്ടുള്ളൊരു ഫോണാണ്. ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ഫോണാണ്. ഡിസ്പ്ലേ ഓക്കെയാണ്, ബാറ്ററി ഓക്കെയാണ്, ക്യാമറ 3 ക്യാമറ വരുന്നതിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, അത് ഓക്കെയാണ്, ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സൽ അതും ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഫോണായിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി എനിക്ക് മെസ്സേജ് അയക്കാം. ഇത് ഞാൻ വലിച്ചു നീട്ടിയൊരു വീഡിയോ ആക്കണില്ല എന്ന് വെച്ചിട്ടാണ്. കാരണം പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കും ആ ഒരു കാര്യം മനസ്സിലായെന്നായിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് കണ്ടിട്ട് വരാം.
ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും. പോർട്രേറ്റ് വീഡിയോസിൽ നമുക്ക് സൂമിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. HD 30 അല്ലെങ്കിൽ 60 FPS, 4K 30 FPS മുതലായിട്ടുള്ള റെസൊല്യൂഷനിൽ ഫ്രണ്ടിൽ വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇതിന്റെ 3.5x ടെലിഫോട്ടോ ലെൻസിൽ എടുക്കുന്ന വീഡിയോസ് ആണ്. അടിപൊളി ക്ലാരിറ്റിയാണ്, നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെയും നമുക്ക് മാക്സിമം റെസൊല്യൂഷൻ 4K 30 FPS അല്ലെങ്കിൽ HD 30 അല്ലെങ്കിൽ 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. അടിപൊളി റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഇനി ഈ കാണുന്ന വീഡിയോ ഇതിന്റെ മെയിൻ ലെൻസിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. മെയിൻ ലെൻസിൽ നമുക്ക് HD 30 അല്ലെങ്കിൽ 60 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. മെയിൻ സെൻസറും അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. സോ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫോൺ നമ്മൾ റിവ്യൂ എടുത്തുള്ളത് ജപ്പാൻ സ്ക്വയറിനാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് നമ്പറിനെ താഴെ കൊടുക്കാം. അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് കൂടുതൽ കമന്റുകൾ ഈ ഒരു വീഡിയോനെ വേണ്ടി പറയാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ട് ചോദിക്കാം. ഞാൻ എപ്പോഴും മെസ്സേജിന് റിപ്ലൈ തരുന്ന ഒരാൾ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാനായിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.